Hello students. So നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലൂയിഡ് മെഷീനറിയിലെ മൊഡ്യൂൾ 6 ആണ്, റൈറ്റ്? സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തു, അതിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് പഠിച്ചു, അതിൻ്റെ വർക്കിംഗ് മെത്തേഡ് പഠിച്ചു, റൈറ്റ്? സോ ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ വെലോസിറ്റി ട്രയാങ്കിളിനെ പറ്റിയാണ്. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൊഡ്യൂളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡിഫറെൻറ്റ് ടർബൈൻസിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, റൈറ്റ്? സോ വെലോസിറ്റി ട്രയാങ്കിൾ എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. സോ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ സെയിം ആണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിന് വരുന്നത്. ഇൻലെറ്റ് ട്രയാങ്കിളും ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളും ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിനും സെൻട്രിഫ്യൂഗൽ കംപ്രസറിനും സെയിം ആണ്, റൈറ്റ്? സോ ദിസ് വിൽ ബി ദ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. ആൻഡ് നൊട്ടേഷൻ യൂസ്ഡ് ഫോർ ഇവിടെ കൊടുക്കുന്ന എല്ലാ നൊട്ടേഷൻസും നമ്മൾ പ്രീവിയസ്ലി ഡിഫൈൻ ചെയ്തിട്ടുള്ള ടേംസ് തന്നെയാണ്. സോ V1 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് എയർ എൻറ്ററിങ്, U1 മീൻ വെലോസിറ്റി ഓഫ് ഇംപെല്ലർ അറ്റ് ഇൻലെറ്റ്, VR1 റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്, ആൻഡ് VF1 ഈസ് ദ ഫ്ലോ വെലോസിറ്റി അറ്റ് ഇൻലെറ്റ്, ആൻഡ് VW1 ഈസ് വെലോസിറ്റി ഓഫ് വേർഡ് അറ്റ് ദ ഇൻലെറ്റ്, ആൻഡ് V2, U2, VR2, VF2, VW2 ആർ കറസ്പോണ്ടിങ് അറ്റ് ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ, റൈറ്റ്? സോ ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസർ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഹാസ് റേഡിയൽ ഇൻലെറ്റ്. ഡിസ്ചാർജ് വിൽ ബി റേഡിയലി അറ്റ് ദി ഇൻലെറ്റ്. സെൻട്രിഫ്യൂഗൽ പമ്പിനും അതേ ടൈപ്പാണ്. സോ വിച്ച് മീൻസ് റേഡിയലി അറ്റ് ദി ഇൻലെറ്റ് മീൻസ് എന്താ വരിക? നമ്മുടെ ആൽഫ വാല്യൂ 90 ആയിരിക്കും. നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ്, സെൻട്രിഫ്യൂഗൽ കംപ്രസറുമായി റിലേറ്റഡ് ആയിട്ട് മെയിൻലി ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ് എന്ത്? ആൽഫ വാല്യൂ 90 ആയിരിക്കും. സോ ആൽഫ വാല്യൂ 90 ആവുമെന്ന് വെച്ചാൽ എന്താ? അവിടെ വെലോസിറ്റി ഓഫ് വേൾഡ് കമ്പോണൻറ്റ്, അതായത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് അബ്സല്യൂട്ട് വെലോസിറ്റി 0 ആയിരിക്കും. സോ VW1 വിൽ ബി 0 ഫോർ എ സെൻട്രിഫ്യൂഗൽ കംപ്രസർ. സോ VF1 വിൽ ബി ഈക്വൽ ടു V1, റൈറ്റ്? സിമിലർലി ഓർത്ത് വെക്കേണ്ട വേറൊരു പോയിൻ്റാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ കേസിൽ പ്രോബ്ലംസൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. VF1 വിൽ ബി ഈക്വൽ ടു VF2. വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് അറ്റ് ഇൻലെറ്റ് കണ്ടീഷനിലും ഔട്ട്ലെറ്റ് ട്രയാങ്കിളിലും സിമിലർ ആയിരിക്കും, റൈറ്റ്? ബാക്കിയൊക്കെ സെൻട്രിഫ്യൂഗൽ പമ്പിൽ എന്താണോ നമ്മൾ പഠിച്ചത് അതേ വെലോസിറ്റി ട്രയാങ്കിൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ, റൈറ്റ്? സോ ദ വർക്ക് ഇൻപുട്ട് പെർ കിലോഗ്രാം ഓഫ് എയർ. സോ ആക്ച്വലി ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് ഫ്രം ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസ്. VW1 U1 പ്ലസ് VW2 U2 ആണ്. ഇവിടെ VW1 0 ആയതുകൊണ്ട് ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ എന്താവും? W ഈസ് ഈക്വൽ ടു VW2 U2 ആയിരിക്കും. ഇറ്റ് വിൽ ബി പെർ കിലോഗ്രാമിലായിരിക്കും. പെർ വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് എയർ ആണ് VW2 U2. ഇനി പവർ ഇൻപുട്ട് ടു ദ കംപ്രസർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. M ഡോട്ട് കിലോഗ്രാം പെർ സെക്കൻഡിനെ മൾട്ടിപ്ലൈ ചെയ്യും. സോ പവർ ഈസ് ഈക്വൽ ടു M ഡോട്ട് ഇൻറ്റു VW2 U2 ആണ്. ആക്ച്വലി M ഡോട്ട് നമ്മൾ പ്രീവിയസ് മൊഡ്യൂൾസൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് റോ ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞിട്ടാണ്, റൈറ്റ്? റോ ഇൻറ്റു ക്യൂ. പക്ഷേ ഈ കംപ്രസറിൻ്റെ കേസിൽ വരുമ്പം എയർ ആണ് കംപ്രസറിൻ്റെ കേസിൽ ഡിസ്ചാർജ് എടുക്കില്ല യൂഷ്വലി. റോ ഇൻറ്റു ക്യൂ ആണ് നമ്മൾ മുമ്പെയൊക്കെ പറഞ്ഞത്. സോ ഇവിടെ എന്ത് ഡയറക്റ്റ്ലി മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ, അതാണ് എന്ത് M ഡോട്ട് എന്ന് പറയുന്നത്. സോ പവർ റിക്വയർഡ് വിൽ ബി ഈസ് ഈക്വൽ ടു, or power input to the compressor will be equal to M dot into VW2 U2, and the unit will be joule per second or watt. ഈ പോയിൻറ്റ്സ് ഒക്കെ പ്രോബ്ലംസ് നമ്മൾ സെൻട്രിഫ്യൂഗൽ കംപ്രസറുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പം ഓർത്ത് വെക്കേണ്ടതാണ്, റൈറ്റ്? ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ്, നെക്സ്റ്റ് ടോപ്പിക് വി നീഡ് ടു ഡിസ്കസ് ഈസ് സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാഗ്നേഷൻ ഓർ ടോട്ടൽ ഹെഡ് പ്രോപ്പർട്ടീസ് ഓർ വാല്യൂസ്, റൈറ്റ്? നമ്മളൊരു സെൻട്രിഫ്യൂഗൽ കംപ്രസറിനെ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. സോ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന രണ്ട് മേജർ ഡിഫറൻസസ് എന്ന് പറയുന്നത്, ഒന്ന് അതിൻ്റെ വർക്കിംഗ് ഫ്ലൂയിഡിൽ വരുന്നതാണ്. സോ സെൻട്രിഫ്യൂഗൽ പമ്പിൽ നമ്മൾ ഉപയോഗിച്ച വർക്കിംഗ് ഫ്ലൂയിഡ് എന്താ? ഒന്നുകിൽ വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഹയർ ഡെൻസിറ്റിയിലുള്ള വേറെ ഏതെങ്കിലും ഫ്ലൂയിഡ് ആയിരിക്കും. ഇനി സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ കേസിൽ വരുന്നത് വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആണ്, റൈറ്റ്? ദെൻ സെക്കൻഡ് ഡിഫറൻസ് ഈസ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഈസ് വർക്കിംഗ് ഇൻ എ higher velocity.
സോ ഹയർ വെലോസിറ്റിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ വി ഷുഡ് കൺസിഡർ ദ കൈനറ്റിക് എനർജി ടേം. സോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വലിയൊരു കമ്പോണൻ്റ് ആയിരിക്കും എന്ത് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ കേസിൽ ഫ്ലൂയിഡിനെ സംബന്ധിച്ചോളൂ. സോ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ് ഓൾസോ വി ഹാവ് ടു കൺസിഡർ വൈൽ വി ആർ ഇവാലുവേറ്റിംഗ് സെർട്ടൻ പ്രോപ്പർട്ടീസ്. അല്ലെങ്കിൽ വേറൊരു ടേംസിൽ പറയുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ ഹെഡ് കൺസിഡർ ചെയ്യുമ്പോൾ കംപ്രസറിൻ്റെ കേസിൽ ടോട്ടൽ ഹെഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് കൺസിസ്റ്റ് ഓഫ് ഹെഡ് ഡ്യൂ ടു വെലോസിറ്റി ഓൾസോ, റൈറ്റ്. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു പാസേജ് കൺസിഡർ ഹൊറിസോണ്ടൽ പാസേജ് ഓഫ് ഇൻക്രീസിങ് ക്രോസ് സെക്ഷൻ ഏരിയ ആൻഡ് ഇറ്റ് വിൽ ബി സിമിലർ ടു എന്തായിരിക്കും ഒരു ഇൻക്രീസിങ് ക്രോസ് സെക്ഷൻ ഏരിയ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് എവിടെയാണ് ഡിഫ്യൂസറിൻ്റെ കേസിൽ, റൈറ്റ്, സെൻട്രിഫ്യൂഗൽ ഡിഫ്യൂസറിൻ്റെ കേസിൽ. ദെൻ നൗ ഐ എം അപ്ലൈയിങ് എൻ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഇൻ സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. സോ ഒന്ന് സംഭവിക്കും സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ വിൽ ബി H1 plus C1 square by 2 plus GZ1 plus Q equal to H2 plus C2 square by 2 plus GZ2 plus W വരും. So if there is no external heat or work transfer, Q and W will become 0. Then equation will become H1 plus C1 square by 2 plus GZ1 equal to H2 plus C2 square by 2 plus GZ2. ഇനി Z1 ഉം Z2 ഉം ഈക്വൽ ആണ്. സോ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ആ ടേം ക്യാൻസൽ ചെയ്ത് പോയി. സോ H1 പ്ലസ് C1 സ്ക്വയർ ബൈ 2 ഈക്വൽ ടു H2 പ്ലസ് C2 സ്ക്വയർ ബൈ 2 വരും. അല്ലെങ്കിൽ നമ്മൾ ജനറലായിട്ട് ടേം പറയുകയാണെങ്കിൽ എന്ത് വരും, H പ്ലസ് C സ്ക്വയർ ബൈ 2 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, റൈറ്റ്. ഇനി H എന്ന് പറയുന്നത് എന്താ, എൻതാൽപ്പി. എൻതാൽപ്പിനെ നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. എന്ത് വരും, എച്ചിനെ എൻതാൽപ്പിൻ്റെ ടെമ്പറേച്ചർ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്ത് H ഈക്വൽ ടു CP ഇൻറ്റു T ആയിരിക്കും, റൈറ്റ്. സോ ഇക്വേഷൻ വിൽ ബിക്കം CP ഇൻറ്റു T പ്ലസ് C സ്ക്വയർ ബൈ 2 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഇതിൽ കൂടുതൽ ഈ T എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ടെമ്പറേച്ചറാണ്, റൈറ്റ്. ഇറ്റ് ഈസ് സ്റ്റാറ്റിക് പ്രോപ്പർട്ടി ഓർ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ. നെക്സ്റ്റ് വി നീഡ് ടു ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഈസ് എ സ്റ്റാഗ്നേഷൻ പ്രോസസ്സ്, റൈറ്റ്. നമ്മൾ മുന്നേ ക്ലാസ്സസിലൊക്കെ പഠിച്ചിട്ടുള്ള ടേമാണ് ഈ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റാഗ്നേഷൻ പ്രോസസ്സ് എന്താണ്, അല്ലെങ്കിൽ സ്റ്റാഗ്നേഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, റൈറ്റ്. സോ സ്റ്റാഗ്നേഷൻ പ്രോസസ് മീൻസ് വെൻ വി ബ്രോട്ട് എ മൂവിങ് എയർ വിത്ത് എ ഹൈ കൈനറ്റിക് എനർജി ഇൻ ടു റെസ്റ്റ്, എങ്ങനെ, ഐസെൻട്രോപ്പിക്കലി, ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് എ സ്റ്റാഗ്നേഷൻ പ്രോസസ്, റൈറ്റ്. സോ എന്താ അതിൽ സ്റ്റാഗ്നേഷൻ പ്രോസസ് നടക്കുന്നത്, ഒരു ഹൈ കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിനെ നമ്മൾ ഐസെൻട്രോപ്പിക്കലി റെസ്റ്റിലേക്ക് കൊണ്ടുവന്ന് എന്താ വയ്ക്കുക, ഇതിനകത്ത് വർക്ക് എവിടെയും പോകുന്നില്ല. സോ ഇതിൻ്റെ ഓൾറെഡി ഉള്ള കൈനറ്റിക് എനർജി എന്തായിട്ട് കൺവേർട്ട് ആവും, ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. സോ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ആകുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഇൻക്രീസ്ഡ് ആവും. ഏതിൻ്റെ, എയറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഇൻക്രീസ്ഡ് ആവും. സോ ആ പ്രോസസ്സ് കൊണ്ടുണ്ടാകുന്ന ഫൈനൽ ടെമ്പറേച്ചറും പ്രഷറിനാണ് എന്താ പറയുക, സ്റ്റാഗ്നേഷൻ പ്രഷർ ഓർ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ. യൂഷ്വലി നമ്മൾ ഈ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു സഫിക്സ് 0 ഇട്ട് കൊടുക്കും. അതായത് T0, P0, ഇതൊക്കെയാണ് എന്ത്, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്നാൽ T0, സ്റ്റാഗ്നേഷൻ പ്രഷർ P0, സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി H0, റൈറ്റ്. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഹൊറിസോണ്ടൽ പാസേജിൽ സെക്ഷൻ 2 നമ്മൾ അസ്യൂം ചെയ്യുന്നത് അതൊരു സ്റ്റാഗ്നേഷൻ പോയിൻ്റ് ആണ്, അല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കാം, റൈറ്റ്. ആ പാസേജിലൂടെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എയറിലേക്ക് ഒരു സ്റ്റാഗ്നേഷൻ പ്രോസസ്സ് ആക്കിയിട്ട് ആ കണ്ടീഷൻ 2 സ്റ്റാഗ്നേഷൻ പോയിൻ്റ് ആണെന്ന്, കണ്ടീഷനാണെന്ന് അസ്യൂം ചെയ്യുന്നു. സോ അങ്ങനെ വരുമ്പോൾ എന്താ വയ്ക്കുക, ഇക്വേഷൻ വിൽ ബിക്കം CP ഇൻറ്റു T പ്ലസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ എന്തായിരുന്നു, CP T പ്ലസ് C2 സ്ക്വയർ ബൈ 2 ഈക്വൽ ടു കോൺസ്റ്റൻ്റ് അല്ലേ. സോ അവിടെ എന്ത് ചെയ്യും, 1ഉം 2 എന്നുള്ള പോയിൻ്റ് അപ്ലൈ ചെയ്യുന്നു. എന്ത് വരും, CP T ഫസ്റ്റ് പോയിൻ്റ് പ്ലസ് C സ്ക്വയർ ബൈ 2 ഈക്വൽ ടു സെക്കൻഡ് പോയിൻ്റ് എന്ത് വരും, CP T0 പ്ലസ് C0 സ്ക്വയർ ബൈ 2 വരും. പക്ഷേ C0 എന്ന് പറയുന്നത് എന്താ, വെലോസിറ്റിയാണ് അറ്റ് സെക്ഷൻ 2. സോ സ്റ്റാഗ്നേഷനിൽ നമ്മൾ സംഭവിക്കുന്നത് എന്താ, നമ്മൾ മൂവിങ് ഫ്ലൂയിഡിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരിക, അപ്പോൾ വെലോസിറ്റി എന്താവും, 0 ആയി. സോ ഇക്വേഷൻ വിൽ ബിക്കം CP ഇൻറ്റു T പ്ലസ് C സ്ക്വയർ ബൈ 2 ഈക്വൽ ടു CP T0. സോ ആ ടീനൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എന്ത് വരും, ഫൈനലി ഇക്വേഷൻ വിൽ ബിക്കം T0 മൈനസ് T ഈക്വൽ ടു C സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു CP. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്, റൈറ്റ്. സോ ഇനി ഇതിനെ നമ്മളൊരു സ്റ്റാഗ്നേഷൻ പ്രഷറുമായിട്ട് കണക്ട് ചെയ്യണം നോക്ക്. ഉണ്ടാകുന്ന റിലേഷൻ എന്താ, T0 ബൈ T ഈക്വൽ ടു P0 ബൈ P ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ, റൈറ്റ്.
T0/T, കാരണം ഐസെൻട്രോപ്പിക്കലി ആണല്ലോ സ്റ്റാഗ്നേഷൻ അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ ഐസെൻട്രോപ്പിക്കിൻ്റെ റിലേഷൻസ് വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാം. സോ T0/T ഈസ് ഈക്വൽ ടു P0/P ഓൾ റേസ് ടു ഗാമ മൈനസ് 1/γ. ഇവിടെ T0 P0 എന്ന് പറയുന്ന സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആണ്. അതാണ് സ്റ്റാഗ്നേഷനും ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷനും പ്രഷറും. വേർ T ആൻഡ് P ആർ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് വർക്ക് ഇൻപുട്ട്. നമ്മൾ ഓൾറെഡി ഒരു വർക്ക് ഇൻപുട്ട് കണ്ടുപിടിച്ചു. എന്ത് വെച്ചിട്ട്? ഒരു ഇമ്പല്ലർ വർക്ക് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ബേസ്ഡ് ഓൺ വെലോസിറ്റി ട്രയാങ്കിൾ വെച്ചിട്ട്, റൈറ്റ്? ഇനി സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അല്ലെങ്കിൽ ആക്ച്വൽ എൻതാൽപ്പി ചേഞ്ച്, ഒരു ഫ്ലൂയിഡിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാകുന്ന ഒരു വർക്ക് ബേസ്ഡ് ചെയ്ത് ഡെറൈവ് ചെയ്യുന്ന ഒരു വർക്ക് ഇൻപുട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആക്ച്വലി അതാണ് എന്ത് ആക്ച്വൽ വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത്. നമ്മൾ വെലോസിറ്റി ട്രയാങ്കിളിൽ കണ്ടുപിടിക്കുന്നതിന് ആക്ച്വലി ഇമ്പല്ലർ വർക്ക് ഇൻപുട്ട് എന്ന് പറയും. സോ തിയറട്ടിക്കലി പറയുമ്പം ആക്ച്വൽ വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ അല്ലെങ്കിൽ എയറിൻ്റെ എൻതാൽപ്പി ചേഞ്ചിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. അല്ലെങ്കിൽ ബേസിക്കലി അത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. സോ ഈ ആക്ച്വൽ വർക്കിനെ നമുക്ക് രണ്ട് മേത്തിൽ എക്സ്പ്രസ് ചെയ്യാം. എയ്തർ ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് പറയാം, അല്ലെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് വെച്ച് പറയാം. സോ ബേസ്ഡ് ഓൺ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് W will be equal to mCp delta T, or W equal to mCp T02 minus T01. ശരിക്കും ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ഈ ഫൈനൽ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, റൈറ്റ്? ആക്ച്വൽ വർക്ക് എന്ന് പറയുന്നത് W is equal to mCp T02 minus T01. ഇനി വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് എയർ എന്ന് പറയുന്നത് എന്ത് വരും? CP, ആ മാസിനെ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ CP ഇൻറ്റു T02 മൈനസ് T01. ഇനി ഇതേ ടേംസിൽ നമ്മൾ പ്രഷറിൻ്റെ സ്റ്റാറ്റിക് പ്രഷറും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വരണമെങ്കിൽ എന്ത് വരും? ഇതിൽ നിന്ന് T01 എന്നുള്ള ടേം പുറത്തെടുത്താൽ എന്ത് വരും? CP T01 T02/T01 മൈനസ് 1 വരും, റൈറ്റ്? ആ T02/T01 നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതല്ലോ. P02/P01 ഓൾ റേസ് ടു ഗാമ മൈനസ് 1/γ എന്നുണ്ട്. സോ ഇതാണ് എന്ത് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസിൻ്റെ ടേംസിലെ വർക്കിൻ്റെ ഇക്വേഷൻ. വർക്ക് ഡൺ പെർ കിലോഗ്രാം ഓഫ് എയർ. അത് ടോട്ടൽ കിട്ടണമെങ്കിൽ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ, റൈറ്റ്? ഇനി സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് ആണ് സെയിം ഇക്വേഷൻസ്, പക്ഷേ T01 P0 എന്നെല്ലാം പറയുന്നിടത്ത് എന്ത് വരും? സ്റ്റാറ്റിക് വാല്യൂസ് വരും, T2 T1. സോ W will be equal to mCp T2 minus T1. സോ പെർ കിലോഗ്രാം ആണ് എന്ത് വരും? CP ഇൻറ്റു T1 ഇൻറ്റു P2/P1 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1/γ മൈനസ് 1 വരും, റൈറ്റ്? ശരിക്കും നമ്മൾ ഈ രണ്ട് ടേംസിലും നമുക്ക് വർക്ക് കാണാം. നമ്മളെ പ്രോബ്ലത്തിനനുസരിച്ചിട്ട് പ്രോബ്ലത്തിൽ തരുന്ന കണ്ടീഷൻ നമുക്ക് അനുസരിച്ച് നമുക്ക് ഈ ഏത് ഇക്വേഷനാണ് വേണ്ടത് സൂട്ടാകുന്ന വെച്ചാൽ അത് ഉപയോഗിക്കാം. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന് സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽസ് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവും. ഓക്കെ, താങ്ക് യു.